എന്തെന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ഭക്തിയോടെ ജീവിക്കുവാൻ എന്തു വേണം? നമ്മുടെ മനസ്സ് ഒന്ന് ഒരുങ്ങണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. അങ്ങനെ ഒരുങ്ങുന്നവർക്ക് ഒരു കാര്യം അറിയാം: ഉപദ്രവം ഉണ്ടാകും. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോകം നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ദൈവഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ എല്ലാ കാര്യവും അനുകൂലമാകുമെന്നൊരിക്കലും ചിന്തിക്കരുത്. പിന്നെയോ ആകെ അനുകൂലമായിട്ട് ദൈവം മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൃശ്യമണ്ഡലത്തിൽ ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരാണെങ്കിലും ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് തരുന്നതിന് മുമ്പായിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 11-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. 11-ാമത്തെ വാക്യം മുഴുവനൊന്ന് വായിച്ചു. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. കർത്താവിനെ രക്ഷിച്ചു. വിടുവിക്കുന്ന ഒരു ദൈവമുള്ളതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്ത്